അത് നമ്മൾ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ 2 കൊല്ലം മുമ്പ് റീപൊസിഷനിങ് മിൽമ എന്ന ഒരു പദ്ധതി നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തത്. നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ കെട്ടും മട്ടും ഒക്കെ ആകർഷകമാക്കി മാറ്റുക എന്നുള്ളതാണ്. നമുക്കറിയാം മിൽമയുടെ ചരിത്രം എന്ന് പറയുന്നത് 44 കൊല്ലമായിട്ട് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങിയ ഒരു ബ്രാൻഡാണ് മിൽമ. നമസ്കാരം, പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഫേസ് ടു ഫേസിൽ നമ്മോടൊപ്പം ചേരുന്ന അതിഥി മിൽമയുടെ ഫെഡറേഷൻ്റെ ചെയർമാനാണ്. കഴിഞ്ഞ ദിവസം നമുക്കെല്ലാവർക്കും അറിയാം, മിൽമയുടെ മലബാർ റീജിയനിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നു. എല്ലാ സ്ഥലങ്ങളിലും UDFും LDFും തമ്മിലായിരുന്നു മത്സരമുണ്ടായിരുന്നത്. സ്ഥാനാർത്ഥികളായി LDFിൻ്റെയും UDFിൻ്റെയും സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. ആ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ച് വിജയിച്ച ശ്രീ KS മണി സാറാണ് ഇന്ന് ഫേസ് ടു ഫേസിൽ നമ്മോടൊപ്പം ചേരുന്നത്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഞാൻ നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സർ, വെൽക്കം ടു നേഷൻ ന്യൂസ് ലൈവ്. എല്ലാവിധ ആശംസകളും. നമസ്കാരം സർ. നമസ്കാരം. നേഷൻ ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സാറിനെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സാർ. ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു, നമ്മൾ ബ്രാൻഡ് വിത്ത് നേഷൻ ന്യൂസ് ലൈവ് ആയിരുന്നു ആദ്യം. മിൽമ പോലുള്ള ഒരു പ്രധാനപ്പെട്ട ബ്രാൻഡിനെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞൊരു സാഹചര്യം. വളരെയധികം സാർ അന്നും വന്നിരുന്നു, വളരെയധികം സന്തോഷം. സാർ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അറിഞ്ഞിരുന്നു മിൽമയുടെ തിരഞ്ഞെടുപ്പുകളൊക്കെ വളരെ ചൂടേറിയ തിരഞ്ഞെടുപ്പായിരുന്നു. എല്ലാവരുടെയും UDFിൻ്റെയും കാൻഡിഡേറ്റുകളെല്ലാം ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എങ്ങനെയാണ് സാർ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്? സഹകരണ മേഖലയിലും ജനാധിപത്യപരമായ തിരഞ്ഞെടുപ്പ് 5 കൊല്ലം പൂർത്തിയാക്കുമ്പോൾ നടത്തുക എന്നുള്ളത് നിയമപരമായിട്ടുള്ള ഒരു ബാധ്യതയാണ്. 5 കൊല്ലം പൂർത്തിയായപ്പോൾ മലബാർ മേഖലാ യൂണിയനിലെ ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ തിരഞ്ഞെടുപ്പിൽ ഒരു മത്സരം ഉണ്ടാവും. UDFും LDFും ആയിട്ടുള്ള ഒരു മത്സരമാണ് നിൽക്കുന്നത്. പക്ഷേ ഒരു ക്ഷീരമേഖലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മത്സരം കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വേറൊരു മത്സരമില്ല ഇൻറ്റേർണലായിട്ട്. പിന്നെ ക്ഷീരകർഷകരുടെ ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ക്ഷീരകർഷകരുടെ പുരോഗതിയും ഈ മേഖലയെ മൊത്തത്തിൽ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു അനുഭവമാണ് കഴിഞ്ഞ 5 കൊല്ലമായി ഫെഡറേഷനിലായാലും മലബാർ മേഖലാ യൂണിയനിലായാലും ഞാൻ അനുഭവിച്ചു വന്നത്. അത് ഈ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അങ്ങനെ തന്നെ തുടരുമെന്നാണ് എൻ്റെ പ്രത്യാശ. തീർച്ചയായും. വളരെ ശരിക്കും പറഞ്ഞാൽ മിൽമയ്ക്കൊരു പുതിയ മുഖം കൊണ്ടുവന്ന ഒരാളാണ് എന്നുള്ളതാണ് മണിയേട്ടനെക്കുറിച്ച് ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത്. പ്രത്യേകിച്ച് ഞാൻ പാലക്കാട്ടുകാരനാണ്. മണിയേട്ടനായിട്ട് എനിക്ക് കുറച്ചു കാലം ദീർഘമായ ബന്ധമുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ട് നമ്മൾ മറ്റു പല ജില്ലകളിൽ പോകുമ്പോഴും KS മണിയേട്ടൻ്റെ നാട്, അതിന് തൊട്ടടുത്താണ് എൻ്റെ നാട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ മണിയേട്ടനെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് തോന്നുന്നത് മിൽമയിൽ ഒത്തിരി നൂതനമായിട്ടുള്ള ഒരു ആവിഷ്കാരങ്ങൾ കൊണ്ടുവരികയും നൂതനമായ പ്രൊഡക്ട്സ് മിൽമ ഇറക്കുന്നു എന്ന് പറഞ്ഞതും കഴിഞ്ഞ ദിവസങ്ങളിൽ നേഷൻ ന്യൂസ് ലൈവ് ചാനലിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടേഴ്സ് പോയിരുന്നു. നമ്മുടെ പുതിയൊരു പാലക്കാട് ഉണ്ടായിരുന്ന ഒരു പ്രീമിയം മിൽമ കൗണ്ടറിലേക്ക് പോയി. വളരെ എന്താ പറയുക, നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത മിൽമ എന്ന് പറയുമ്പോൾ നമ്മൾ പാലും തൈരും അല്ലെങ്കിൽ നെയ്യും അങ്ങനെയുള്ള ഒരു കാറ്റഗറി മാത്രമായിരുന്നു ജനങ്ങൾ കണ്ടത്. പക്ഷെ അതിൽ നിന്നൊക്കെ വിഭിന്നമായി ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ മിൽമയ്ക്ക് ഇത്രയും പ്രൊഡക്ട്സ് ചെയ്യാൻ കഴിയുമോ? മിൽമയുടെയൊക്കെ പ്രീമിയം കൗണ്ടർ നമ്മൾ പോയ സമയത്ത് നമുക്കറിയാൻ കഴിഞ്ഞത് അവിടെ ശരിക്കും പറഞ്ഞാൽ മോമോസ് പോലുള്ള ഡിഷസ് സെർവ് ചെയ്തുകൊണ്ട് ഒരു പ്രീമിയം കസ്റ്റമർ ബേസിനെ തന്നെ ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ, എന്നാൽ അവർക്ക് പ്രീമിയം മെമ്പേഴ്സിന് മാത്രം വാങ്ങിക്കാൻ പറ്റുന്ന പ്രൊഡക്ട്സും അല്ല, ഒരു ആവറേജ് ഇൻകം ഉള്ള ആളുകൾക്കും അല്ലെങ്കിൽ സാധാരണപ്പെട്ട ആളുകൾക്കും വാങ്ങിക്കാൻ കഴിയുന്ന രീതിയിൽ അതിൻ്റെ റേറ്റും വളരെ കൃത്യമായിട്ട് തന്നെ മാച്ച് ചെയ്ത് കൊണ്ടുപോയി ഒരു കൗണ്ടർ വന്നിരുന്നു പാലക്കാട്. നല്ലൊരു അനുഭവം തന്നെയായിരുന്നു അവിടെ പോയപ്പോൾ ഉള്ള ആളുകളുടെ അനുഭവം. അപ്പോൾ അത്തരത്തിലൊരു പരിഷ്കാരം മിൽമയ്ക്കകത്ത് കൊണ്ടുവരാൻ സാർക്ക് എങ്ങനെ കഴിഞ്ഞു എന്നുള്ളതാണ്. നമുക്കറിയാം മിൽമയുടെ ചരിത്രം എന്ന് പറയുന്നത് 44 കൊല്ലമായിട്ട് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങിയ ഒരു ബ്രാൻഡാണ് മിൽമ എന്നുള്ളത്. അത് കേരളത്തിലെ 10.5 ലക്ഷത്തോളം വരുന്ന ക്ഷീരകർഷകരുടെ പ്രസ്ഥാനമാണ്. അപ്പോൾ അതിനകത്ത് ക്ഷീരകർഷകരുടെ പുരോഗതി അത് നമ്മൾ ഈ നല്ല പ്രവർത്തനത്തിലൂടെ കിട്ടുന്ന ലാഭത്തിലാണ് അവർക്ക് കുറേ ആശ്വാസ പദ്ധതികൾ ചെയ്യാൻ കഴിയുക. അതാണ് ഒരു ഭാഗം. മറുഭാഗത്ത് കൺസ്യൂമേഴ്സ് നമ്മൾ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ്.
കാരണം കൺസ്യൂമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷനിലൂടെ ക്ഷീരകർഷകരുടെ സംതൃപ്തി, അതാണ് നമ്മുടെ ടാഗ് ലൈൻ. അപ്പോൾ ആ ടാഗ് ലൈൻ അനുസരിച്ച് കൺസ്യൂമേഴ്സിന് അന്ന് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കാൻ നമ്മൾ തയ്യാറായി വരുന്നു. അതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ ഈ വളർച്ചയുടെ പഥയിലേക്ക് പോകുമ്പോൾ കൺസ്യൂമർ പർച്ചേസ് ഹാബിറ്റിൽ തന്നെ കാതലായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് കേരളം പോലുള്ളൊരു സംസ്ഥാനം എന്ന് പറഞ്ഞാൽ വളരെ വളരെ പുരോഗമിച്ച് നിൽക്കുന്ന ഒരു സംസ്ഥാനം. നമ്മളുടെ ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ ജനങ്ങളുടെ ജീവിത രീതിയൊക്കെ നോക്കിയാൽ വളരെ വ്യത്യസ്തമായ, വളരെ പുരോഗമനമായിട്ട് നിൽക്കുന്ന ആ ഒരു സംസ്ഥാനത്ത് അവരുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങിയ ബ്രാൻഡായ മിൽമ കാലികമായ മാറ്റങ്ങൾക്കനുസരിച്ച് മാറിയില്ലെങ്കിൽ നമ്മൾ പുറന്തള്ളപ്പെടും. ഇതാണ് അതിൻ്റെ മൗലികമായ തത്വം. അപ്പോൾ വന്നപ്പോൾ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് ഇപ്പോൾ അറിയാം, നമ്മളുടെ എല്ലാവരുടെയും ഒരു സംസ്കാരം എന്ന് പറയുന്നത് നമ്മൾ നല്ല ആംബിയൻസിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റാവുന്ന ഷോപ്പിംഗ് മാളുകളിൽ ജനങ്ങളിങ്ങനെ കുമിഞ്ഞുകൂടുന്ന വിധത്തിലുള്ളൊരു സംസ്കാരമാണ്. ആ സംസ്കാരത്തിന് അനുസൃതമായി നമ്മളും മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു, പുതിയ തരം നമ്മളുടെ ഔട്ട്ലെറ്റുകൾ കുറേ കൂടെ ആകർഷകമാക്കി കൊണ്ടുവരുന്നു. അതിലേറ്റവും പ്രധാനമായി നിൽക്കുന്നത് ഇതെല്ലാം ബാഹ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി അഫോർഡബിൾ റേറ്റിൽ കൊടുക്കാൻ കഴിയുക. ഈ രണ്ട് കാര്യമാണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സാറ് പറഞ്ഞ പോലെ തന്നെ മിൽമ ശരിക്കും പറഞ്ഞാൽ കേരളം കണി കണ്ടുണരുന്ന നന്മ എന്ന് പറയുന്ന ആ ഒരു ടാഗ് ലൈൻ ഏറ്റവും ചെറിയ കുട്ടികൾ തൊട്ട് ഏറ്റവും വയസ്സായിരിക്കുന്ന നമ്മുടെ അമ്മൂമ്മമാർ, അച്ഛച്ചന്മാർ, ഇവർക്കൊക്കെ ഓർമ്മയുള്ളൊരു ബ്രാൻഡാണ് മിൽമ. അപ്പോൾ കേരളത്തിൽ മിൽമയെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ബ്രാൻഡ് നെയിമോ അല്ലെങ്കിൽ മറ്റൊരു സാധനം ശരിക്കും പറഞ്ഞാൽ ഇല്ലെന്ന് തന്നെ പറയാം. ഏറ്റവും കൂടുതൽ ജനങ്ങൾ അറിയുന്ന, ജനങ്ങളുടെ ഇടയിൽ കേൾക്കുന്ന ഒരു ബ്രാൻഡാണ് മിൽമ. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ മിൽമ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് കുറേ നൂതനമായിട്ടുള്ള പ്രൊഡക്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ശരിക്കും ഇത് ജനങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തുന്നുണ്ടോ ഈ പ്രൊഡക്റ്റ്? ശരിക്കും പറഞ്ഞാൽ പുതിയ പുതിയ പ്രൊഡക്ട്സ്, ഇങ്ങനെ ഡയറി മിൽക്കിനെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് എനിക്ക് മണിയേട്ടൻ ചെയർമാൻ ആക്കിയതിന് ശേഷമായിരിക്കും ചോക്ലേറ്റ് അല്ലേ, മിൽക്ക് ചോക്ലേറ്റ് വന്നത്. ശരിക്കും പറഞ്ഞാൽ മിൽക്കി ബാറിന് ഒരു കോമ്പറ്റീഷൻ വരുന്നൊരു സാധനമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഈ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്? കാരണം നമ്മൾ മിൽമയുടെ പാലിൻ്റെ പരസ്യവും തൈരിൻ്റെ പരസ്യവും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ഒരു പുതിയ വരുന്ന പ്രൊഡക്ട്സിൻ്റെ ഒരു പരസ്യങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ അതെങ്ങനെയാണ്, അത് ഉണ്ടോ അത്തരത്തിലുള്ള? സാധാരണഗതിയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെടുത്ത് നോക്കിയാൽ നമ്മൾ പുതിയ ഉൽപ്പന്നങ്ങൾ വരുന്നതിൻ്റെ പരസ്യങ്ങളും നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോൾ താങ്കൾ ഉന്നയിച്ച പോലെ അത്ര വ്യാപകമായിട്ട് വിപുലമായിട്ടുള്ള പരസ്യങ്ങളിൽ പോയിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു സെഗ്മെൻറ്റാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ നല്ല തരത്തിലുള്ള പ്രചരണങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഇനിയും നമ്മൾക്ക് തന്നെ അറിയാം, നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് അത് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നമ്മൾ നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് കേരളത്തിൽ ക്ഷീരകർഷകർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ. അവർക്ക് കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പാൽ വില കൊടുക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ് രാജ്യത്ത്. പക്ഷെ അതോടൊപ്പം തന്നെ ഉൽപ്പാദന ചെലവ് കൂടുതലുള്ള സംസ്ഥാനവും നമ്മളുടെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ക്ഷീരകർഷകരെ സംരക്ഷിച്ച് നിർത്തുന്നതിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം മലബാർ മേഖലാ യൂണിയൻ എടുത്താൽ നമ്മളുടെ നെറ്റ് പ്രോഫിറ്റിൻ്റെ 98% കർഷകർക്ക് തന്നെ അധിക വിലയായിട്ടും കാലിത്തീറ്റ സബ്സിഡി ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ അതിന് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ ഇവിടെ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് നമുക്ക് കൂടുതൽ ഫണ്ട് ചെലവഴിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരുന്നുണ്ട്. നമ്മൾ ഈ കൊല്ലം ബഡ്ജറ്റൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതുകൂടെ മനസ്സിൽ കണ്ടുകൊണ്ട് കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസും, നമ്മൾ ഏത് പ്രോഡക്റ്റിൻ്റെയും മാർക്കറ്റിങ്ങിന് സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ അത് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. അത് നമ്മൾ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ 2 കൊല്ലം മുമ്പ് റീപൊസിഷനിങ് മിൽമ എന്ന ഒരു പദ്ധതി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തത്. അവിടെ നമ്മൾ ചെയ്ത പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളൊന്ന്, നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ കെട്ടും മട്ടും ഒക്കെ ആകർഷകമാക്കി മാറ്റുക എന്നുള്ളതാണ്. കാരണം ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് നമ്മൾ ആകർഷകമായ പാക്കേജിങ് നമ്മൾ ഡിസൈൻ ചെയ്തു. അതിലാണ് ഇപ്പോൾ പല പ്രോഡക്റ്റുകളും വരുന്നത്. ഇനി കുറച്ചുകൂടെ പ്രോഡക്റ്റുകൾ വളരെ വിദൂരമല്ലാത്ത ഭാവിയിൽ അതും കൂടെ നമ്മൾ മാറ്റും. അപ്പോൾ നമ്മൾ ഏതൊരു ബ്രാൻഡിനോടും, ഇൻ്റർനാഷണൽ ബ്രാൻഡിനോട് വരെ കിടപിടിക്കാൻ പറ്റാവുന്ന ആകർഷകമായ പാക്കേജിങ്, അതാണ് അതിൻ്റെ ഒന്നാമത്തെ അജണ്ട. രണ്ടാമത് ക്വാളിറ്റി.
ഏകീകരിച്ച ക്വാളിറ്റി. നമ്മൾ കേരളത്തിലെ 3 യൂണിയനുകളിൽ വിവിധ യൂണിറ്റുകളിലാണ് പ്രൊഡക്ഷൻ നടക്കുന്നത്. ഇപ്പോൾ മലബാറിലാണെങ്കിൽ 6 ജില്ലകളിലും പല പ്രോഡക്റ്റുകളും മാനുഫാക്ചർ ചെയ്യുന്ന യൂണിറ്റുകളുണ്ട്. അപ്പോൾ ഈ യൂണിറ്റുകളിൽ മാനുഫാക്ചർ ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ക്വാളിറ്റി ഏകീകരിച്ച് സ്റ്റാൻഡർഡൈസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അത് നമ്മൾ എവിടെയാണോ ഏത് യൂണിയൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോഡക്റ്റാണോ ബെസ്റ്റ് ക്വാളിറ്റി, ആ ക്വാളിറ്റി നമ്മൾ മറ്റ് യൂണിയനുകളും അഡോപ്റ്റ് ചെയ്തുകൊണ്ട് അപ്പോൾ ഒരു ഏകീകൃത ക്വാളിറ്റി നമുക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ രണ്ടാമതൊരു കാര്യം. മൂന്നാമത്, ചില ഭാഗങ്ങളിൽ പ്രോഡക്റ്റിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാകും, അതുകൊണ്ട് തന്നെ പ്രൈസിലും ചെറിയ വ്യത്യാസം ഉണ്ടാകും. ചെറിയ അളവ് കൂടുതൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രൈസ് കൂടുതൽ വരും. അപ്പോൾ നമ്മളൊരു തീരുമാനം എടുത്തു, മിൽമ എന്നുള്ള പ്രോഡക്റ്റ് കേരളത്തിൽ എവിടെ ഉണ്ടാക്കിയാലും ഒരേ അളവ് ഒരേ പ്രൈസ്. അപ്പോൾ ഇങ്ങനെ സ്റ്റാൻഡർഡൈസ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് കഴിഞ്ഞ 2-3 കൊല്ലങ്ങളായിട്ട് 2 കൊല്ലത്തിലധികമായിട്ട് റീപൊസിഷനിങ് മിൽമയുടെ ഭാഗത്ത് കൊണ്ടുവരുന്നത്. അത് വലിയൊരു സ്വീകാര്യത നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളൊക്കെ അറിയാം, കസ്റ്റമേഴ്സ് പോയി നോക്കുമ്പോൾ പഴയ കാലത്ത് കിട്ടിയ പ്രോഡക്റ്റിൻ്റെ പാക്കേജിങ്ങും ഇപ്പോഴുള്ള പ്രോഡക്റ്റിൻ്റെ പാക്കേജിങ്ങും ക്വാളിറ്റിയിലും തന്നെ ഒരു ഏകീകര സ്വഭാവം വന്നതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ആയിട്ട് കൊടുക്കുന്നുണ്ട്. ആ തരത്തിലാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വിദേശ രാജ്യങ്ങളിലെ പോലെ ടെട്രാ പാക്ക് വരുന്നതിൻ്റെ ഒരു സാഹചര്യം ശരിക്കും പറഞ്ഞാൽ പാലെന്ന് പറയുമ്പോൾ പണ്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം വാങ്ങിയ പിറ്റേ ദിവസം രാവിലെ പിരിഞ്ഞു പോകുന്ന ഒരവസ്ഥയൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു മണിയേട്ടൻ തന്നെ ഏതൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, മിൽമയ്ക്കും അത്തരത്തിൽ ഒരു സംവിധാനം കൊണ്ടുവരാൻ കഴിയും. അതായത് ഒരു ദീർഘദിവസങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റായിട്ട് പാലായിട്ട്. പിന്നെ മറ്റ് പ്രോസസ്സുകളൊക്കെ ഉണ്ട് ഇതിനകത്ത്, എന്താ ടോൺ ചെയ്ത് അല്ലേ ഇത്രയും ദിവസങ്ങളിൽ നീണ്ടു നിൽക്കാൻ പറ്റുന്ന പോലെ അത്തരത്തിലുള്ള ഒരു ആവിഷ്കാരം കൊണ്ടുവന്നിരുന്നു അല്ലേ. എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ കാലയളവിലാണ്, ഒരു 4 മാസം 5 മാസം ഗ്യാപ്പിലായിരിക്കും അത്തരത്തിൽ. അല്ല, നമുക്ക് ഈ പറഞ്ഞ അത് ലോങ് ലൈഫ് മിൽക്ക് എന്നാ പറയും. ലോങ് ലൈഫ്, ആ ലോങ് ലൈഫ് മിൽക്ക് ഇപ്പോൾ നമ്മൾ കിട്ടുന്ന ടെട്രാ പാക്കിൽ കിട്ടുന്നതിന് 6 മാസമാണ് അതിൻ്റെ കാലാവധി. നമ്മളത് പൊട്ടിക്കാതെ വെച്ച് കഴിഞ്ഞാൽ 6 മാസം വരെ കേടുവരാതെ വരുന്നൊരു സംവിധാനമാണ്. ആ ഒരു പ്രോസസ്സിൻ്റെ പകുതി പ്രോസസ്സുള്ള എക്യുപ്മെൻറ്റ്സ് ഇപ്പോൾ നമ്മളിവിടെ കണ്ണൂരിൽ മലയോരത്തൊരു ഡയറിയിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് 5-6 വർഷമായി. എന്ന് വെച്ചാൽ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ഉണ്ട്. ടെട്രാ പാക്കിൽ പാക്ക് ചെയ്യുന്നതിന് പകരം നമ്മൾ സാധാരണ പാൽ കൊടുക്കുന്ന ഫ്ലെക്സി പാക്കിൽ പാക്ക് ചെയ്ത് കൊടുക്കുന്ന സംവിധാനം നമുക്കുണ്ട്. അതിപ്പോൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോൾ അതിന് 3 മാസത്തെ ഷെൽഫ് ലൈഫേ ഉള്ളൂ, മറ്റേത് 6 മാസം കിട്ടും. അപ്പോൾ നമുക്ക് അവിടെ ഈ പറഞ്ഞ ടെട്രാ പാക്ക് പാക്ക് ചെയ്യുന്ന സംവിധാനം മാത്രം ഇനി ഒരുക്കേണ്ടതുണ്ട്. അത് ഇത്തിരി വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതാണ്. അതിനിടയിലാണ് നമ്മൾ പൗഡർ പ്ലാന്റിൻ്റെ പ്രവർത്തനം തുടങ്ങിയത് മലപ്പുറത്ത് മൂർക്കനാട്ടിൽ. അത് കഴിഞ്ഞ ഡിസംബർ 24-നാണ് നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്തത്. അത് കേരളത്തിലെ ഡയറി ഇൻഡസ്ട്രീസിലെ ഏറ്റവും ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലുള്ള ഒരു പ്രോജക്റ്റാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ പറഞ്ഞാൽ 131 കോടി രൂപയാണ് അതിൻ്റെ മുതൽ മുടക്ക് ആ പ്ലാന്റിൻ്റെ. അതിൽ 48 കോടി രൂപ നമ്മൾ കേരള സർക്കാർ ഗ്രാൻഡായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അത് കേരള ചരിത്രത്തിലെ മിൽമയ്ക്ക് ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സർക്കാർ തന്നത് ഈ ഒരു പ്രോജക്റ്റിനാണ്. അതെ, അതുപോലെ തന്നെ 131 കോടി രൂപയുള്ള ഒരു പ്രോജക്റ്റ്, ഡയറി പ്രോജക്റ്റ് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ബൃഹത്തായ വലിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ വരുന്നത്. അതിൻ്റെ മറ്റൊരു പ്രത്യേകത, 1 ലക്ഷം ലിറ്റർ പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു ഡയറി ഉണ്ട്. അതോടൊപ്പം തന്നെ 1 ലക്ഷം ലിറ്റർ പാൽപ്പൊടി ആക്കുന്നതിനുള്ള സംവിധാനവും പാക്ക് ചെയ്യാനുള്ള സംവിധാനവുമാണ്. ഇതെല്ലാം ചേർന്നിട്ടുള്ളതാണ് 131 കോടി രൂപ വരുന്നത്. അതിൻ്റെ പാൽപ്പൊടി ഇറക്കി 24-ന് ഇറക്കി കഴിഞ്ഞപ്പോൾ നമ്മളത് പാൽപ്പൊടി മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. അത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ അത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ടെട്രാ പാക്കിൻ്റെ ആ സെക്കൻഡ് ഫേസ് ഇൻവെസ്റ്റ്മെൻറ്റ് തൽക്കാലം നമ്മളത് കഴിയട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെച്ചത്. കാരണം എല്ലാ ഭാഗത്തും കയറി ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സാമ്പത്തികമായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടാവരുതെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞങ്ങളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ 4500 കോടി രൂപ വിറ്റുവരവുള്ള മിൽമ എന്നുള്ള പ്രസ്ഥാനം, വാർഷിക വിറ്റുവരവ് 4500 കോടി രൂപയാണ്. 1 രൂപ കടമില്ലാതെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ കടമില്ലാതെ ക്ഷീരകർഷകരുടെ പ്രസ്ഥാനം വളരെ നല്ല രീതിയിലുള്ള ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലൂടെയാണ് നമ്മളത് കൈകാര്യം ചെയ്തു കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ വളരെ വലിയ ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ടുണ്ടാവാതെ പോകണമെന്ന് നിഷ്കർഷയുള്ളത് കൊണ്ടാണ് ടെട്രാ പാക്കിലെ പാക്കിംഗ് ഇപ്പോൾ തൽക്കാലം മാറ്റിവെച്ചത്. പക്ഷേ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് നമ്മളെ ബ്രാൻഡിൽ. നമുക്ക് വെളിയിൽ നിന്ന് കസ്റ്റം പാക്ക് ചെയ്തിട്ട് 1 ലിറ്ററിൻ്റെ ടെട്രാ പാക്കിലുള്ള പാല് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഡയറിയിലല്ല പാക്ക് ചെയ്യുന്നത് മാത്രം. ഇപ്പോൾ നമ്മൾ പാൽപ്പൊടി വളരെ വ്യാപകമായിട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. മലപ്പുറം ജില്ലയാണ് ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ നടത്തിയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ മലബാറിലെ 6 ജില്ലകളിൽ കഴിഞ്ഞാൽ കേരളത്തിൽ മുഴുവൻ കൊടുക്കുന്നതിനും അതിൻ്റെ ഉദ്ഘാടന ദിവസം തന്നെ മുഖ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ വെച്ച് തന്നെ നമ്മൾ ലുലു ഗ്രൂപ്പിൻ്റെ ശ്രീ യൂസഫ് അലിയുടെ ബ്രദർ അവിടെ വരികയും നമ്മളുടെ പൗഡർ അവരുടെ ഗൾഫിലേക്ക് വേണ്ട ഓർഡർ തരുകയും ചെയ്തിട്ടുണ്ട്. അവരത് നല്ല ക്വാണ്ടിറ്റി എടുക്കാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിലാണ് അതിൻ്റെ ഡിസൈനിങ്ങും പാക്കിംഗ് ഡിസൈനിങ്ങും അവിടുത്തെ
ഇപ്പോഴത്തെ ക്വാളിറ്റി ചെക്കും ഒക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മൾ ഡയറി വൈറ്റ്നറും അതുപോലെ പാൽപ്പൊടിയും നല്ലൊരു പങ്ക് ഗൾഫിലേക്ക് ലുലു മാളിലൂടെ എടുക്കും അവരെടുക്കുന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വലിയൊരു പ്രയാസമില്ലാതെ മാർക്കറ്റിംഗ് നടത്താൻ കഴിയുമെന്നാണ് ഉദ്ദേശം. തീർച്ചയായിട്ടും അതിലൊരു മറ്റൊരു രസകരമായിട്ടുള്ളൊരു കാര്യം കൂടിയുണ്ട്. പ്രവാസികൾക്കൊക്കെ അവരൊരു ഗൃഹാതുരത്വം വളർത്താൻ കഴിയുന്ന ഒരു കാര്യം, അവരുടെ ബ്രാൻഡ് സ്വന്തം നാട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നു എന്ന് പറയുന്നത് തന്നെ അത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മിൽമ. അപ്പം മിൽമ സ്വാഭാവികമായിട്ടും മലയാളി പ്രവാസികൾക്ക് പ്രത്യേകിച്ച് സ്വാഭാവികമായിട്ടും അത് അവർക്കൊരു സ്വകാര്യ അഹങ്കാരമായിട്ട് തന്നെ അഭിമാനിക്കാം. മിൽമ നിങ്ങളുടെ നാട്ടിലേക്കും വരുന്നുണ്ട്, അടുത്ത് തന്നെ എത്തുമെന്ന് തന്നെയാണ് ചെയർമാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. മണിയേട്ടാ, പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ മിൽമയിൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മൾ സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്, നൂതനമായിട്ടുള്ള മെഷീൻസ് വരുന്നു മിൽമയിൽ എന്നൊക്കെയാണ് നമുക്കറിയാൻ കഴിയും. അപ്പോൾ ഈ മെഷീൻസ് സംബന്ധിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് കുറച്ച് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മിൽമ ഏറ്റവും കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രാൻഡാണെങ്കിൽ പോലും അത്തരത്തിൽ ചോക്ലേറ്റ് നിർമ്മാണ കമ്പനികൾക്ക് മാത്രം ഉണ്ടായിരുന്ന ഒരു അസറ്റാണ് അവരുടെ തന്നെ നിർമ്മാണ ഫാക്ടറി. അത് നമുക്ക് മിൽമ മാറി ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ മണിയേട്ടൻ പറഞ്ഞ പോലെ മെഷീനറീസ്, ബാക്കിയുള്ള കാര്യങ്ങൾ, സാങ്കേതികത്വം, അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കാലിറ്റിയൊക്കെ നിലവിൽ പരമ്പരാഗതമായിട്ട് ചെയ്തു പോകുന്ന സ്റ്റാഫുകൾക്ക് ഇതിൻ്റെ ടെക്നിക്കൽ സ്റ്റഡീസ് അങ്ങനെ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഒരു വെല്ലുവിളിയായിരുന്നു. എങ്ങനെയാണ് മിൽമയിൽ ഇങ്ങനെ മെഷീൻസ് വരുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു അതിൻ്റെ ഒരു അല്ല, അതിനകത്ത് നമ്മൾ സ്വീകരിക്കുന്നൊരു നിലപാട് ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ പറഞ്ഞ പൗഡർ പ്ലാന്റിൻ്റെ കാര്യം തന്നെ പറയാം. ആദ്യം സർക്കാരുമായിട്ട് സംസാരിച്ചൊരു പൗഡർ പ്ലാന്റ് തുടങ്ങുമ്പോൾ അതൊരു ചെറിയ പ്രോജക്റ്റായിട്ടാണ് ആദ്യം പ്രപ്പോസൽ കൊടുത്തത്. ഒരു 54 കോടി രൂപയുടെ പ്രോജക്റ്റായിട്ടാണ് കൊടുത്തത്. പക്ഷേ പിന്നീട് ഞങ്ങളൊരു ടെക്നിക്കൽ ഡിസ്കഷൻ നടത്തിയപ്പോൾ ഈ പൗഡർ പ്ലാന്റിന് വേണ്ടുന്ന എക്യുപ്മെൻറ്റ്സ് അത് ലോകത്ത് തന്നെ കിട്ടാവുന്ന പ്രധാനപ്പെട്ട 2-3 ബ്രാൻഡാണുള്ളത്. അപ്പോൾ അവരുടെ ബ്രാൻഡിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കോസ്റ്റിലൊന്നും നിൽക്കില്ല. അപ്പോൾ അത് തന്നെ നമ്മൾ എടുക്കുന്നതിന് വേണ്ടി തീരുമാനം എടുത്തു പോയപ്പോഴാണ് ഈ 53 കോടി എന്നുള്ളത് 80-85 കോടി ആ പ്രോഡക്റ്റിന് വേണ്ടി മാത്രം ടെട്രാ പാക്കിൻ്റെ ഓർഡർ കൊടുത്തപ്പോൾ മാത്രം വന്നു. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നൂതനമായ മെഷീനറികളാണ്, സാങ്കേതിക മികവുള്ള മെഷീനറികളാണ്. അത് സ്കാഡ ഓപ്പറേഷനാണ്, ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡാണ്. അതിനകത്ത് കമ്പ്യൂട്ടർ ഇതുപോലെ റൂമിലിരുന്ന് കഴിഞ്ഞിട്ട് അതിന് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റെ ഫുള്ളി ഓട്ടോമൈസ്ഡ് ഓപ്പറേഷൻ നടക്കുന്നതാണ്. നമ്മളതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മളെടുത്തൊരു തീരുമാനം എന്ന് വെച്ചാൽ ആ കമ്പനിയുമായിട്ട് ഓർഡർ കൊടുക്കുമ്പോൾ 2 വർഷത്തെ ടേൺ കീ പ്രോജക്റ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ ആ മെഷീൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് ട്രയൽ എടുത്ത് 2 കൊല്ലം ഓപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാമെന്നുള്ളൊരു കണ്ടീഷനുള്ളതാണ്. ആ 2 കൊല്ലം നമ്മളുടെ പ്രോജക്റ്റ് ഇവിടെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ തന്നെ നമ്മളുടെ ആൾക്കാരെ ഇവിടെ വെച്ച് തന്നെ വേണ്ടതിലധികം ട്രെയിനിങ് കിട്ടി നമുക്ക് തന്നെ അത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാം എന്ന ഉറപ്പ് നമുക്ക് കിട്ടുമ്പോഴാണ് അവരിവിടെ നിന്ന് വിടുന്നത്. കൂടാതെ വാറൻറ്റിയുണ്ട്. പിന്നെ അവരുടെ സേവനങ്ങൾ പിന്നെപ്പോഴും വേണ്ടി വരുന്ന സമയത്ത് നമുക്ക് കിട്ടും. ഇതിന് അത്യാവശ്യം വേണ്ടുന്ന സ്പെയർസ് എല്ലാം നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ ഏത് നൂതനമായ മെഷീനറികൾ വിദേശത്തു നിന്ന് വരുന്ന മെഷീനറികളാണെങ്കിലും അവരുടെ ടീമിനെ കൊണ്ട് നമ്മളുടെ ആൾക്കാർക്ക് ട്രെയിനിങ് കിട്ടുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കും. അത് ഇവിടെ തന്നെ കൊടുക്കും. അപൂർവ ചില ഘട്ടങ്ങളിൽ അവർ മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലത്തേക്ക് നമ്മളെ ടെക്നീഷ്യൻസ് വിട്ട് അതിൻ്റെ ഓപ്പറേഷൻസൊക്കെ പഠിച്ച് മനസ്സിലാക്കി കൊണ്ടുവന്ന് ഒരു പിഴവുമില്ലാതെ ഒരു പ്രയാസമില്ലാതെ ട്രെയിൻ ചെയ്ത ആൾക്കാരെ കൊണ്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാവുന്ന സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ മണിയേട്ടൻ ശരിക്കും പറഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളി പഞ്ചായത്തിലാണ്. അപ്പോൾ ഒരു മിൽമ പോലുള്ള ഒരു പ്രധാനപ്പെട്ട കേരളത്തിലെ വൻകിട ബ്രാൻഡിൻ്റെ ഒരു ചെയർമാൻ സ്ഥാനത്തേക്ക് കഴിഞ്ഞ വർഷം വന്നു. മണിയേട്ടൻ അഭിമുഖീകരിച്ച പ്രശ്നങ്ങളിൽ ഒരു പക്ഷേ വലിയൊരു പ്രശ്നമായിരിക്കില്ല ഈ മെഷീനറിയുമായി ബന്ധപ്പെട്ട്. കാരണം മണിയേട്ടൻ സ്വാഭാവികമായിട്ടും മെഷീനറി ആയിട്ട് അടുത്ത ആളാണ്, അടുത്ത ബന്ധമുണ്ട്, നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം മെഷീനറി അഗ്രോ മെഷീൻസും എല്ലാം അല്ലേ, അറ്റ്ലസ്, അതെ, എല്ലാം മണിയേട്ടൻ അത്യാവശ്യം ഒരു ബന്ധമുണ്ടാവും. അപ്പോൾ അതിലുപരി മിൽമയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് വരുന്നു. സ്വാഭാവികമായും പെട്ടെന്നൊരു നിയമനവും കൂടെയാണത്. അപ്പോൾ മണിയേട്ടനുണ്ടായ മാനസിക ഒരു പ്രതിസന്ധി, ഞാൻ മിൽമയിലേക്ക് വരുന്നു, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, എന്ത് ചെയ്യാൻ കഴിയില്ല, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ടോ മനസ്സിനകത്ത്? ഇല്ല, ഒരിക്കലും അതൊരു പ്രയാസമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഞാനറിയാലോ, ഇപ്പോൾ പിന്നെ താങ്കൾ പറഞ്ഞ പോലെ
കഴിഞ്ഞ 45 വർഷത്തിലധികമായിട്ട് ഞാൻ എൻ്റെ സ്വന്തമായിട്ടുള്ളൊരു ബിസിനസ് സ്ഥാപനം നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോവുക. 1978 ഞാൻ അറ്റ്ലസ് മിഷൻ ടൂൾസ് ഇവിടെ തുടങ്ങിയത്. അപ്പോൾ 46 വർഷമായി, യഥാർത്ഥത്തിൽ 46 വർഷം കഴിഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാനുണ്ടാവുന്ന ചെറിയ തലത്തിലാണെങ്കിലും ഒട്ടനവധി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മൾ മനസ്സിലാക്കി അതൊക്കെ തരണം ചെയ്ത് വന്നിട്ടുള്ള അനുഭവം ഒരു ഭാഗത്തുണ്ട്. മറ്റൊന്ന് നമ്മൾ അറിയാവുന്നതാണ്, ഇപ്പോൾ ഈ അറ്റ്ലസ് മിഷൻ ടൂൾസ് തന്നെ പാലക്കാട് പോലെയുള്ള ചെറിയ ഒരു സ്ഥലത്തു നിന്നുകൊണ്ട് ഒട്ടനവധി വിദേശ രാജ്യങ്ങളിലേക്ക് മെഷീനറികളും അതുപോലെ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സും ഒക്കെ കയറ്റുമതി ചെയ്ത് അവിടെ പോയി ടേൺ കീ പ്രോജക്റ്റൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാം ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ എന്ന് പറയുന്ന, ഇപ്പോൾ EPC ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. EPC ഇന്ത്യ കോമേഴ്സ് മിനിസ്ട്രി, ഇന്ത്യൻ ഗവൺമെൻറ് കോമേഴ്സ് മിനിസ്ട്രിയുടെ കീഴിൽ വരുന്ന ഒരു ഓർഗനൈസേഷനാണ് നമ്മളെ എക്സ്പോർട്ടേഴ്സിൻ്റെ. അതിൻ്റെ സൗത്ത് ഇന്ത്യൻ ചെയർമാനായിട്ട് ഞാൻ 2 കൊല്ലക്കാലം സേവനമനുഷ്ഠിച്ചിരുന്നു. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ 2 കൊല്ലക്കാലത്ത് ഞാൻ അവസാന വർഷം പിന്നൊരു 2 കൊല്ലം കൂടെ എനിക്ക് തുടരാം, അതിൻ്റെ ബൈലോ അനുസരിച്ചിട്ട് 4 കൊല്ലം ഇരിക്കാം. പക്ഷെ അപ്പോഴാണ് മിൽമയുടെ അസൈൻമെൻറ്റ് ഏറ്റെടുക്കേണ്ടി വരുന്നത്. അപ്പോൾ മിൽമയുടെ അസൈൻമെൻറ്റ് കൂടെ ഏറ്റെടുത്തത് കൊണ്ട് എനിക്ക് രണ്ടും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു. ബിസിനസ് പോലും ഒട്ടും എനിക്ക് നോക്കാൻ സമയമില്ലാത്ത രീതിയിൽ വന്നു. അപ്പോൾ മോനാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്, ഭംഗിയായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ കുറേ സമയം ഡിവോട്ട് ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഞാൻ വന്നത് ഈ EPC ഇന്ത്യ എന്ന ഒരു സ്ഥാപനത്തിൻ്റെ ചെയർമാനായിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആ സാമ്പത്തിക വർഷം സൗത്ത് ഇന്ത്യയിലെ ഞാൻ ചെയർമാനായ ഏരിയയിലെ ഒരു കൊല്ലത്തെ കയറ്റുമതി എന്ന് പറയുന്നത് 2.25 ലക്ഷം കോടിയാണ്. ഇവിടെ ഇത്രയും വലിയ ആൾക്കാർ. പക്ഷെ അവിടെ എൻ്റെ റോള് പരിമിതമാണ്. കാരണം ഒരുപാട് വലിയ വലിയ കമ്പനികൾ, പല കമ്പനികളും 11,000 കോടി 13,000 കോടി ഒരു കൊല്ലം കയറ്റുമതി ചെയ്യുന്ന വൻകിട കമ്പനികൾ സൗത്ത് ഇന്ത്യയിലെ എല്ലാ വലിയ കമ്പനികൾ, പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളും എൻ്റെ അംഗങ്ങളായിരുന്നു. അവിടെ ഈ 2.25 ലക്ഷം കോടിയിലധികം ഒരു കൊല്ലം കയറ്റുമതി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് 4,500 കോടിയുടെ ഒരു സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ ചാലഞ്ചസ് അല്ല പ്രശ്നം. പക്ഷേ ഇവിടെ ഒരു സംതൃപ്തി എന്താണെന്ന് വെച്ചാൽ, ഒരു ചെയർമാൻ എന്നുള്ള നിലയിൽ ഇവിടെ വരുമ്പോൾ ഒരു സംതൃപ്തി എന്ന് പറഞ്ഞാൽ, മറ്റതിൽ നിന്നും വ്യത്യസ്തമായി ഇതുകൊണ്ട് ഉപജീവനം കഴിക്കുന്ന 10 ലക്ഷത്തോളം വരുന്ന കേരളത്തിലെ ക്ഷീരകർഷകരുടെ പ്രസ്ഥാനമാണ്. അവിടെ നമ്മൾ എന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്താലുണ്ടാവുന്ന ഒരു സംതൃപ്തി, അതെനിക്ക് ഈ 2.25 ലക്ഷം കോടി ചെയ്യുന്ന സ്ഥാപനത്തിലിരുന്നിട്ടൊന്നും കിട്ടില്ല. അതൊരു വലിയ ഹൈ പ്രൊഫൈൽ ഒരു ഓർഗനൈസേഷൻ്റെ ചെയർമാൻ എന്ന നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാമെന്നല്ലാതെ ഇവിടെ നമ്മൾ എന്ത് ചെയ്താലും നമുക്കതിൻ്റേതായിട്ടുള്ളൊരു സംതൃപ്തി ഉണ്ടാവും. മറ്റൊന്ന്, ഡയറി സെക്ടറിൽ 35 കൊല്ലമായിട്ട് ഞാൻ വീട്ടിന് അടുത്ത് തന്നെയുള്ള ഒരു സൊസൈറ്റിയുടെ പ്രസിഡൻ്റാണ്. ആദ്യമായിട്ട് പാലക്കാട് ജില്ലയിലെ ആനന്ദ മാതൃകാ സംഘം തുടങ്ങിയപ്പോൾ ഒരു സംഘം എണ്ണപ്പാടം മിൽ സൊസൈറ്റിയുടെ പ്രസിഡൻ്റാണ്. അത് ഈ 36 കൊല്ലമായി, 89 തുടങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റ്. അപ്പോൾ പാലുമായിട്ടുള്ള ബന്ധം അങ്ങനെ ഉണ്ട്. പക്ഷെ എന്നാലും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതെ അന്ന് മുതൽ മാറി നിന്നതാണ്. കാരണം മലബാർ മേഖലാ യൂണിയൻ്റെ തുടക്കത്തിൽ അതിൻ്റെ പ്രൊമോട്ടിംഗ് കമ്മിറ്റിയിൽ എന്നെ ബോർഡ് മെമ്പർ ആവണമെന്നും പറഞ്ഞവരൊക്കെ വന്ന് ക്ഷണിച്ചതാണ്. പക്ഷെ അന്ന് എൻ്റെ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് എനിക്ക് കഴിയില്ല, അതിന് സമയം ചെലവഴിക്കാനില്ല എന്ന് പറഞ്ഞ് മാറുന്നതാണ്. പക്ഷെ ഇപ്പോൾ പിന്നെ ഇതിനകത്ത് ചിലവഴിക്കാൻ കഴിയുന്നത് മോനുണ്ട്, ഇവിടെ നോക്കാനൊരു സെറ്റപ്പായി. പിന്നെ ഈ ഇത്രയും കാലം കൊണ്ട് ഒരു ഓർഗനൈസേഷൻ എന്നുള്ള നിലയിൽ എൻ്റെ അറ്റ്ലസ് മിഷൻ ടൂൾസ് ഒന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു ഓർഗനൈസേഷനായി. അതുകൊണ്ട് ഇതിനകത്ത് സമയം ചിലവഴിക്കാൻ കിട്ടുന്നു, അതിനാണ് വന്നിട്ടുള്ളത്. പിന്നെ ചാലഞ്ചസ് ഉണ്ട്, ധാരാളം ചാലഞ്ചസ്. ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ, നമുക്ക് വേണ്ടുന്ന പാൽ ഇവിടെ ഉൽപ്പാദനമില്ല. മിൽമ തന്നെ 6 ലക്ഷം, 5 ലക്ഷം, 6 ലക്ഷം, 7 ലക്ഷം ലിറ്റർ വരെ ഓരോരോ ദിവസം നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുകയാണ് ഒരു ദിവസത്തെ ആവശ്യത്തിന്. അതൊരു വലിയ ചാലഞ്ചാണ്. നമ്മൾ കർഷകരെ ഈ മേഖലയിൽ കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങൾ നമ്മൾ വലിയ തോതിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു ചാലഞ്ച്, നമ്മളിവിടെ കൊടുക്കുന്ന ഏറ്റവും കൂടുതൽ വില കേരളത്തിൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. നമ്മൾ തൊട്ട അയൽ സംസ്ഥാനങ്ങളിൽ നമ്മൾ കൊടുക്കുന്നതിനേക്കാളും വളരെ ചുരുങ്ങിയ വിലയ്ക്ക് ഒരു 10-12 രൂപ കുറവിൽ പാല് കിട്ടുന്നുണ്ട്. ഇപ്പോൾ കർണാടകയിലായാലും തമിഴ്നാട്ടിലൊക്കെ ആയാലും. അത് നമ്മൾക്കുണ്ടാവുന്ന ഒരു ഭീഷണി അല്ലെങ്കിൽ ചാലഞ്ച് എന്ന് പറയുന്നത്, അവിടെ നിന്ന് ചുരുങ്ങിയ വിലയ്ക്ക് പാല് കൊണ്ടുവന്ന് പല സ്വകാര്യ പ്ലെയേഴ്സും ഒരുപക്ഷെ നമ്മളെപ്പോലുള്ള സഹകരണ സ്ഥാപനങ്ങൾ, ചെറിയ ഒരു തലത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങൾ വരെ ആ പാല് കൊണ്ടുവന്ന് ഇവിടെ അവർക്ക് വലിയ ലാഭത്തിൽ നമ്മളുടെ ഏജൻറ്റുമാർക്ക് നമ്മൾ കൊടുക്കുന്നതിനേക്കാളും 2 മടങ്ങ് പിന്നെ കമ്മീഷൻ വാഗ്ദാനം ചെയ്തുകൊണ്ട് അവരെ ഇങ്ങോട്ട് ആകർഷിച്ച് അവരുടെ പാല് വെക്കുന്നതിന് വേണ്ടി നിൽക്കുന്നത് വലിയൊരു ചാലഞ്ചായി നിൽക്കുന്നുണ്ട്. അപ്പോൾ പാല് വെളിയിൽ നിന്ന് കൊണ്ട് വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പാലിന് GST ഇല്ല.
ടാക്സ് കൊടുക്കേണ്ട അത്തരം ആൾക്കാർക്ക്. രണ്ടാമത് ഇവിടുത്തെ കർഷകർക്ക് ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് മിൽമ 1 ലിറ്റർ പാല് വിൽക്കുമ്പോൾ 38 പൈസ കർഷകർക്ക് ക്ഷേമനിധിക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. 38 പൈസ ഓരോ ലിറ്റർ പാല് വിൽക്കുമ്പോഴും 38 പൈസ കൊടുക്കുന്നുണ്ട്. ഈ സ്വകാര്യ വിൽപ്പനക്കാർക്ക് ഇത്രയും വില കുറഞ്ഞ പാല് വെളിയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ വിൽക്കുമ്പോൾ അവർക്ക് ഒരു പൈസ ചിലവില്ല, ഭീമമായ ലാഭമാണ് ഉണ്ടാകുന്നത്. അത് നമുക്ക് വലിയൊരു ഭീഷണിയാണ് വരുന്നത്. അതെ. രണ്ടാമതൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വില കുറഞ്ഞ പാൽ കൊണ്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, അതും അയൽ സംസ്ഥാനങ്ങളിലെ പ്ലാന്റൊക്കെ ഇട്ട് അവിടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവിടെ എല്ലാ തരത്തിലും ചിലവ് ചുരുങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ഇവിടെ വന്ന് നമുക്ക് ഇത്രയും വലിയ വില കൂടുതലുള്ള പാലും ഉൽപ്പാദന ചെലവ് താരതമ്യേന മറ്റു ഭാഗങ്ങളെക്കാളും കൂടുതലാണ്. അങ്ങനെ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ കോമ്പീറ്റ് ചെയ്ത് വിൽക്കുക എന്നുള്ളത് രണ്ടാമത്തെ വലിയ ചാലഞ്ചാണ്. അപ്പോൾ പാല് മാത്രമല്ല ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിലും എന്നിട്ടും നമ്മൾ വലിയ തോതിൽ പുരോഗതിയൊക്കെ ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിനിടയിൽ കേരളത്തിൽ നമ്മൾ കഴിഞ്ഞ 5 കൊല്ലം ഭരണം ഏറ്റെടുത്തപ്പോഴുണ്ടായ ഒരു വലിയ പ്രതിസന്ധി പറഞ്ഞാൽ 2 കൊല്ലക്കാലം കോവിഡായിരുന്നു. കോവിഡ് സത്യത്തിൽ നമ്മളെ വല്ലാതെ തളർത്തുമെന്ന് തോന്നിയതാണ്. പക്ഷേ നമ്മളത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് കർഷകർക്കൊരു ബുദ്ധിമുട്ടുമില്ലാതെ വന്നു. എന്നിട്ടും 5 കൊല്ലത്തെ നമ്മൾ മലബാർ മേഖലാ യൂണിയൻ്റെ കണക്കെടുക്കുമ്പോൾ ഈ കോവിഡ് 2 കൊല്ലം നമുക്ക് പ്രതിസന്ധി ഉണ്ടാക്കിയെങ്കിലും 48% വളർച്ച 5 കൊല്ലത്തെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു ചോദ്യം എന്ന് വെച്ചാൽ, കുറേ വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ക്ഷീര ഉൽപ്പാദകരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും അല്ലെങ്കിൽ ഈ പാൽ വ്യവസായം ശരിക്കും പറഞ്ഞാൽ മെച്ചപ്പെടുത്തുന്നതിനുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വിദേശ യാത്രയുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ സന്ദർശിച്ച സമയത്ത് ഉണ്ടായ, ഇനി നമുക്ക് കേരളത്തിനകത്ത് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു, ഇപ്പോൾ നിലവിൽ ഈ തവണ കൂടെ ചെയർമാനായിട്ട് അങ്ങ് വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഫെഡറേഷൻ്റെ ചെയർമാൻ എന്നുള്ള നിലയ്ക്കും ഈ വരുന്ന പ്രവർത്തന കാലയളവിൽ മിൽമയ്ക്കകത്ത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഒരു വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ, അത് മിൽമയ്ക്കകത്ത് പാലിൻ്റെ ഗുണമേന്മയുമായി ബന്ധപ്പെട്ടും അവിടുത്തെ തൊഴിലാളികളുടെ വിഷയവുമായി ബന്ധപ്പെട്ടും വേതനമായാലും അല്ലെങ്കിൽ അതിലെന്തൊക്കെ ഒരു മാറ്റമാണ് ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ മണിയേട്ടൻ്റെ ഒരു മനസ്സിനകത്ത്? വളരെ നല്ല രീതിയിൽ നമ്മളിപ്പോൾ കാലികമായ ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ഒരു വ്യവസായ സ്ഥാപനം എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യേണ്ടുന്ന അനുവർത്തിക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തേ മതിയാവുള്ളൂ. അതിപ്പോൾ സേവന വേതനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും 2023 മുതൽ 5 കൊല്ലക്കാലത്തേക്ക് നടപ്പാക്കേണ്ടുന്ന പാക്കേജ് നമ്മൾ 2024 ആണ് നമ്മൾ നടപ്പിലാക്കിയത്. അത് നല്ല രീതിയിൽ നടപ്പിലാക്കി. എല്ലാ നമ്മുടെ ജീവനക്കാർക്കും വലിയ തൃപ്തി വരുന്ന വിധത്തിൽ നല്ല രീതിയിൽ നടപ്പിലാക്കി. നമുക്ക് വലിയ സാമ്പത്തിക ചെലവ് അധികം വരുന്നുണ്ട്. പക്ഷേ അവരുടെയും കൂടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് നമ്മൾ സ്ഥാപനം നിലനിൽക്കുന്നതിന് ആവശ്യമായ സഹകരണങ്ങൾ അവരിൽ നിന്നും വാഗ്ദാനം മേടിച്ച് ആണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സ്ഥാപനം നാളെ ഏതെങ്കിലും രീതിയിൽ പ്രതിസന്ധി ഉണ്ടായാൽ അവരും ബുദ്ധിമുട്ടിലാവും. അപ്പോൾ ആ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നന്നായി നമ്മൾ പാക്കേജ് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇന്നത്തെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ എല്ലാ ആൾക്കാരെയും ആകർഷിക്കുന്ന വിധത്തിലുള്ള പുതിയ പുതിയ ഒട്ടനവധി ഉൽപ്പന്നങ്ങളായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ നടപ്പിലാക്കിയ കാര്യങ്ങൾ 2-3 വിഭാഗങ്ങളാണ് നമ്മൾ മനസ്സിൽ കാണുന്നത്. ഒന്ന്, ജനറലായിട്ട് നമ്മൾ മിൽമയുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ്. അതുകൂടാതെ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ കുട്ടികളെ, ഈ ചെറിയ കുട്ടികളാണ് ഇനി മിൽമ ബ്രാൻഡ് അവരുടെ മനസ്സിലാണ് വരേണ്ടത്. ആ ചെറിയ കുട്ടികൾക്ക് ആകർഷകമായ കുറേ പ്രോഡക്റ്റുകൾ നമ്മൾ ഇറക്കി. അതിലൊന്നാണ് നേരത്തെ സൂചിപ്പിച്ച ചോക്ലേറ്റ്. ഇപ്പോൾ ഐസ്ക്രീം കുട്ടികൾക്ക് വളരെ ആകർഷകമായ പ്രോഡക്റ്റാണ്. ചോക്ലേറ്റ് ഇപ്പോൾ ഇറക്കിയത് പുതിയ പ്രോഡക്റ്റാണ്. അതുപോലെ തന്നെ ബിസ്ക്കറ്റുകൾ, ഗീ ബിസ്ക്കറ്റുകൾ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അത് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള ഗീ ബിസ്ക്കറ്റുകളാണ്. അങ്ങനെ കുറച്ച് പ്രോഡക്റ്റുകൾ, പേട വിദ്യാർത്ഥിന് ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ള, കുട്ടികൾ ഇഷ്ടപ്പെടുന്ന സ്വാദിഷ്ടമായ ഒരു കാര്യങ്ങളാണ്. അങ്ങനെ ഒരു കുറച്ച് പ്രോഡക്റ്റുകൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നതും അവരെ ആകർഷിക്കുന്നതുമായിട്ടുള്ള കുറേ പ്രോഡക്റ്റുകൾ ഇറക്കിയിട്ടുണ്ട്. അത് രണ്ടാമത്തെ സെഗ്മെൻറ്റാണ്. മൂന്നാമത്തെ സെഗ്മെൻറ്റ് ഇപ്പം നമുക്കറിയുന്നത് മലയാളികളായാലും അല്ലാത്ത ആൾക്കാരായാലും എല്ലാവരും തിരക്ക് പിടിച്ച ജീവിതമാണ്. ഒരുപക്ഷെ ചില വീട്ടിൽ ഹസ്ബൻഡും വൈഫും ജോലിക്കാരാണ്. 2 പേരും ജോലി കഴിഞ്ഞ് വന്നാൽ വീട്ടിൽ വന്ന് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാനുള്ള പ്രയാസങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അത്തരം സെഗ്മെൻറ്റിലേക്ക് വേണ്ടി പുതിയ റെഡി ടു യൂസ് കുറേ പ്രോഡക്റ്റ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അതാണ് മൂന്നാമത്തെ സെഗ്മെൻറ്റ്. നിങ്ങൾക്കറിയാവുന്ന പോലെ വെജിറ്റബിൾ ബിരിയാണി അതിലൊരു കാര്യമാണ്. വെജിറ്റബിൾ ബിരിയാണി റെഡി നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റാവുന്ന, വീട്ടിൽ വന്ന് ആകെ നമ്മുടെ മിൽമ നെയ്യെന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്, നമ്മളെ പ്രൊമോട്ട് ചെയ്യണ്ടേ. അപ്പോൾ മിൽമ നെയ്യ് ഒഴിച്ച് വെജിറ്റബിൾ ബിരിയാണി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ നമുക്ക് റെഡി ടു യൂസ് ആണ് ഒന്ന്. രണ്ടാമത്തെ ഒരു പ്രോഡക്റ്റാണ് നമ്മൾ ഈ പനീർ ബട്ടർ മസാല. അത് ഒന്നും ചെയ്യണ്ട, റെഡി ടു യൂസ് ആണ്. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ചൂടാക്കി യൂസ് ചെയ്യണമെന്ന് തോന്നുമെങ്കിൽ ചില പ്രോഡക്റ്റ് യൂസ് ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ കട്ട് ചെയ്ത് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. രണ്ടാമത്തെ പ്രോഡക്റ്റ്. മൂന്നാമതൊരു പ്രോഡക്റ്റാണ് നമ്മൾ കേരളത്തിൻ്റെ തന്നെ തനിയായ പ്രോഡക്റ്റാണ് പുളിശ്ശേരി നമ്മൾ ഇറക്കിയത്.
പുളിശ്ശേരിയും നമുക്ക് കൃത്യമായിട്ട് ഒരു എന്താ പാചകവും ഇല്ലാതെ റെഡിറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. നാലാമത് ഈ ഒരു 3-4 മാസം മുമ്പ് ഇറക്കിയതാണ് ഏറ്റവും വലിയ സ്വീകാര്യതയുള്ളതാണ് ചപ്പാത്തി. അത് ചപ്പാത്തിയുടെ പ്രത്യേകത ഇന്ത്യയിൽ ആദ്യമായിട്ട് നെയ്യ് ചേർത്ത ചപ്പാത്തി ഇറക്കിയത് മലബാർ മേഖലാ യൂണിയനാണെന്നാണ് പറയുന്നത്. ബാക്കി ആരും ചെയ്തിട്ടില്ല. ആ ചപ്പാത്തിക്ക് വലിയ സ്വീകാര്യതയാണുള്ളത്. വലിയ സ്വീകാര്യത പറഞ്ഞാൽ എല്ലാവരും നമ്മളെ സംഘങ്ങളിലൂടെ പ്രാദേശികമായ ഗ്രാമപ്രദേശങ്ങളിൽ വരെ ചപ്പാത്തികൾ വലിയ തോതിൽ ഉപയോഗിച്ചു കൊണ്ടുപോകുന്നുണ്ട്. സ്വീകാര്യതയുള്ളതാണ്. ഈ സെക്കൻഡുകളെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു തിരക്കേറിയ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ കേട്ടിരിക്കേണ്ട, നമ്മുടെ പ്രേക്ഷകർ നിർബന്ധമായും കേട്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. വളരെ തിരക്കിട്ട ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടും ഒരു തരത്തിലും പാചകം ചെയ്യാതെ മിൽമയുടെ ഈ പറഞ്ഞ കാറ്റഗറി പ്രൊഡക്ട്സ്, ചപ്പാത്തി, പനീർ ബട്ടർ മസാല, വെജ് ബിരിയാണി, പുളിശ്ശേരി, ഇത്തരം സാധനങ്ങൾക്ക് മിൽമയുടെ ഇൻസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന പ്രൊഡക്ട്സ് ആണെന്ന് പറഞ്ഞു. അല്ല, കൂടാതെ ഇപ്പം നിലവിൽ നേർത്തതിനുള്ള വേറൊരു പ്രോഡക്റ്റ് ഉണ്ട്. ഇപ്പം മാവൊന്നും നമ്മൾ അരയ്ക്കണ്ട, നമ്മൾ ദോശയും ഇഡ്ഡലി ഉണ്ടാക്കുന്നതിനുള്ള മാവ് പാക്ക് ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് വർഷങ്ങളായിട്ട് കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അത് പുതുതായിട്ട് ഇറക്കിയതല്ല. അപ്പോൾ മാവ് മേടിച്ചു കൊണ്ടുവന്നാൽ മാവ് അരയ്ക്കാതെ വീട്ടിലോ മിക്സിയിലോ അല്ലെങ്കിൽ മറ്റേ ഗ്രൈൻഡറിലോ മാവ് അരയ്ക്കാതെ അത് പൊട്ടിച്ചിട്ട് ദോശയോ ഇഡലിയോ ഉണ്ടാക്കി കഴിക്കാൻ പറ്റാവുന്ന സംവിധാനമുണ്ട്. ഇത് കൂടാതെ ഇനിയും നമ്മളൊരു 2-3 പ്രോഡക്റ്റ് ഇങ്ങനെ റെഡി ടു യൂസ് നമ്മൾ എല്ലാം റെഡിയായി നിൽക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും എല്ലാ വിധത്തിലും. അതെ, വൈകുന്നേരം ഉച്ചയ്ക്കും ശരിക്കും പറഞ്ഞാൽ മിൽമയെ വിശ്വസിച്ച് ഭക്ഷണം കഴിക്കുന്നവർ ഭക്ഷണം ഉണ്ടാക്കണം നിർബന്ധമില്ല. ഇല്ല. ഇപ്പോൾ ഇനി ഒരു 2 പ്രോഡക്റ്റ് നമ്മൾ R&Dയിൽ ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ റെഡി ആയിട്ട് നിൽക്കുക. നമ്മൾ തെരഞ്ഞെടുപ്പ് മലബാർ മേഖല യൂണിയനിലായ സമയത്ത് ഇതങ്ങ് ലോഞ്ച് ചെയ്യേണ്ടെന്നും പറഞ്ഞ് നിൽക്കുക. വളരെ വൈകാതെ തന്നെ 2 വളരെ പ്രീമിയം പ്രോഡക്റ്റ്, അതിൽ ഒരു പ്രോഡക്റ്റ് ഞാൻ പേരൊന്നും പറയുന്നില്ല എപ്പോഴും, ഒരു പ്രോഡക്റ്റ് 1 വർഷം അത് പൊട്ടിക്കാതിരുന്നാൽ ഷെൽഫ് ലൈഫ് ഉണ്ട്. പൊട്ടിച്ചാൽ ഉടനെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ആ സാധനം 1 കൊല്ലം ഉപയോഗിക്കാൻ പറ്റും. വേറൊരു പ്രോഡക്റ്റ് 6 മാസം ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന സാധനമാണ്. എന്തായാലും ആ കാര്യം വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റമാണ് കേരളത്തിനകത്ത് ശ്രീ മണിയേട്ടൻ കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പേര് വെളിപ്പെടുത്തില്ല എന്ന് പറഞ്ഞിരുന്നു. അതൊരു ആകാംക്ഷയോടുകൂടി പ്രേക്ഷകർ കാത്തിരുന്നു. 2 പ്രോഡക്റ്റ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റാവുന്ന, ബ്രേക്ക്ഫാസ്റ്റിന് പറ്റാവുന്ന 2 പ്രോഡക്റ്റ് R&Dയിലെല്ലാം ക്ലിയർ ചെയ്ത് ലോഞ്ച് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഏത് സമയം നമ്മൾ ലോഞ്ച് ചെയ്യും. അതുകൂടെ വന്നു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിനായാലും വെജിറ്റബിൾ ബിരിയാണിയും മറ്റ് സാധനങ്ങളും കൊണ്ട് ഇനിയിപ്പോൾ മറ്റൊരു ബുദ്ധിമുട്ടും വേണ്ട. ഡിന്നർ ആയാലും ലഞ്ച് ആയാലും ബ്രേക്ക്ഫാസ്റ്റിനായാലും അത്യാവശ്യം മിൽമയുടെ പ്രോഡക്റ്റ് കിട്ടും. ഇതുകൂടാതെ വേറൊരു പ്രോഡക്റ്റ് കൂടെ ഉണ്ട്. അത് നേരത്തെ ഞാൻ പറഞ്ഞാണോ എന്നറിയില്ല. നമ്മൾ പാലട പായസം, അതെ പാലട പായസം, അത് ശരിക്കും 1 കൊല്ലം കേടുവരാതെ പൊട്ടിക്കാതെ വെച്ചാൽ കേടുവരാതിരിക്കുന്നതാണ്. 9 മാസം എന്നാണ് ഇപ്പോൾ അതിൽ പറയുന്നത് ഷെൽഫ് ലൈഫ്. പക്ഷേ 1 കൊല്ലം വരെ വെക്കാൻ പറ്റാവുന്ന സാധനമാണ്. ഇതൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം, കഴിഞ്ഞ ഓണം സീസണിൽ പാലട മിക്സ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് നടത്തിയെന്ന് മാത്രമല്ല, എത്രയോ ഞാൻ വായിച്ചതിലാണ് 2 കോടി രൂപയോളം ലാഭം അതിനകത്ത് മാത്രം ഉണ്ടായിട്ട്. ഞാൻ ആ ഫിഗർ ഓർക്കുന്നില്ല. പാലട മിക്സ് നമുക്കുണ്ട്, ആദ്യം തന്നെ ഉണ്ട്. ഇതങ്ങനെയല്ല, ഇത് റെഡി ടു യൂസ് പാലട പായസമാണ്. മറ്റേത് മിക്സ് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി പാലൊക്കെ ഒഴിച്ചത് ലോഞ്ച് ചെയ്തത് ഓണത്തിന് മുമ്പ് ലോഞ്ച് ചെയ്താണ്. ഓണത്തിന് വലിയ സെയിൽ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഇപ്പോൾ പറയുന്നത് ഈ റെഡി ടു യൂസ് ആണ്. മറ്റേത് നേരത്തെ കുറേ വർഷങ്ങളായിട്ടുണ്ട്. അതെ, അതുണ്ട്. റെഡി ടു യൂസ് ആണ്. അത് നമ്മൾ ഇത്തരം പ്രോഡക്റ്റ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എംപ്ലോയിഡ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇത് കുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്നത് കൂടാതെ ഈ ഷെൽഫ് ലൈഫ് കൂടുതലുള്ള പ്രോഡക്റ്റ് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് വിദേശ മാർക്കറ്റിൽ കൂടെ കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ഏറ്റവും ചുരുങ്ങിയത് ഒരു 2 മാസമെങ്കിലും ഷെൽഫ് ലൈഫ് ഇല്ലാത്തൊരു പ്രോഡക്റ്റ് വിദേശ മാർക്കറ്റിൽ കൊടുക്കാൻ പ്രയാസമാണ്. ഇവിടെ നിന്ന് ഷിപ്മെൻറ്റ് ചെയ്യുമ്പോഴുണ്ടാകുന്ന സമയം, അവിടെ ലോക്കൽ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വരുന്ന സമയം, ഇതൊക്കെ വരുമ്പോൾ ഒരു 2-3 മാസമില്ലാത്ത പ്രോഡക്റ്റ് വിദേശ മാർക്കറ്റിൽ പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതിന് പകരം നമുക്കൊരു 8 മാസം അല്ല 6 മാസത്തിന് മുകളിൽ 6 മാസം 9 മാസം 12 മാസമുള്ള ഷെൽഫ് ലൈഫ് ഉള്ളത് കൊടുത്താൽ വലിയ സ്വീകാര്യത വരും. അതിന് വേണ്ടിയിട്ടാണ്. മറ്റൊരു പ്രോഡക്റ്റ് ഇപ്പോൾ ഒരു 3-4 മാസം മുമ്പ് ലോഞ്ച് ചെയ്ത വേറൊരു പ്രോഡക്റ്റ് നമ്മൾ കാഷ്യൂ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് അവർ ആവശ്യപ്പെട്ട് ഇങ്ങോട്ട് വന്നതാണ്. കാഷ്യൂ പൗഡർ 3 ഫ്ലേവേഴ്സിൽ കൊടുക്കുന്നു. നമ്മളിപ്പോൾ പറഞ്ഞ ആരോഗ്യദായകമായിട്ടുള്ള പല ബ്രാൻഡിലുള്ള സാധനങ്ങൾ കഴിക്കുമല്ലോ. നമ്മളത് കഴിച്ചാൽ ഹെൽത്ത് വരും അല്ലെങ്കിൽ മസിലൊക്കെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്വർടൈസ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ. നമ്മൾ ഈ അഡ്വർടൈസ് ഒന്നും അറിയുന്നില്ല. ഹെൽത്ത് ഡ്രിങ്ക് എന്ന് പറഞ്ഞത് കാഷ്യൂവിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ അത് ലേശം പ്രീമിയം പ്രോഡക്റ്റാണ്. 3 ഫ്ലേവറിൽ ഇപ്പോൾ നമുക്ക് കിട്ടും. അത് കേരളത്തിൽ അത്ര വലിയ മാർക്കറ്റ് ഉണ്ടാവില്ല. കാഷ്യൂ പ്രോഡക്റ്റ് കേരളത്തിൽ അത്ര വലിയ മാർക്കറ്റ് വരില്ല. പക്ഷേ കേരളത്തിൽ നിന്ന് പുറത്തും ഇന്ത്യക്ക് പുറത്തും മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടി എടുക്കുന്ന 3 ഫ്ലേവറുള്ളത് അതുകൊണ്ട്. മിൽമയുടെ വളരെ നൂതനമായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മളിപ്പോൾ ഇത്രയും നേരം പരിചയപ്പെട്ടത്.
അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ എഫേർട്ട് വീണ്ടും തുടരുമെന്നും അത് മിൽമയ്ക്കകത്തുള്ള ജീവനക്കാർക്കും അതുപോലെ തന്നെ മിൽമയുടെ ശരിക്കും പറഞ്ഞാൽ കസ്റ്റമർ ഇസ് ദ കിങ് എന്ന് കരുതുന്ന മിൽമയുടെ കസ്റ്റമേഴ്സിനും ഉപഭോക്താക്കൾക്കും ഏറ്റവും കൂടുതൽ ഗുണം നൽകുന്ന രീതിയിൽ തന്നെ ആയിരിക്കും മിൽമ മുന്നോട്ട് പോവുക എന്നുമാണ് മണിയേട്ടൻ നമ്മളോട് പറഞ്ഞത്. ഇനി മണിയേട്ടൻ്റെ നമുക്ക് കുറച്ച് പേഴ്സണൽ ലൈഫിലോട്ടാണ് നമ്മളൊരു അവസാന വൈൻഡിങ് അപ്പ് എന്നുള്ള നിലയ്ക്ക്. അതിന് മുമ്പ് എനിക്കൊന്ന് പറയാനുള്ളത്, ഈ പറഞ്ഞ വിഭാഗങ്ങൾ കൂടാതെ മറ്റൊരു വിഭാഗമുണ്ട്, ഞാനടക്കമുള്ള ആൾക്കാർ. ഈ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് മധുരം കഴിക്കാൻ കഴിയില്ല. അതൊരു പ്രശ്നമാണ്. ഷുഗർ വളരെ പ്രശ്നമായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഷുഗർ ഫ്രീ ഐസ്ക്രീം ഉണ്ട് നമുക്ക്. അപ്പോൾ ഐസ്ക്രീം കഴിക്കാം. മറ്റുള്ളവർ കഴിക്കുമ്പോൾ ഒരു വലിയ മോട്ടിവേഷൻ ഉണ്ടായി എനിക്കിത് കഴിക്കാൻ പറ്റുന്നില്ല എന്ന ഒരു ചിന്തയിൽ മാറി നിൽക്കുന്നവർക്ക് കഴിക്കാൻ പറ്റാവുന്ന ഷുഗർ ഫ്രീ ഐസ്ക്രീം ഉണ്ട്. ഷുഗർ ഫ്രീ ഐസ്ക്രീം ഉണ്ട്. പിന്നെ അതുകൂടാതെ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഡിന്നറിനുള്ള ചപ്പാത്തി വരെ ഒരുക്കുന്നുണ്ട്. അതുകൂടാതെ മറ്റൊരു പ്രോഡക്റ്റ് ഉള്ളത്, അത് നമ്മൾ കേരളത്തിൽ അത്ര വ്യാപകമായിട്ട് നേരത്തെ ഉണ്ടായിരുന്നാലും ഇപ്പം നന്നായിട്ട് വരുന്നുണ്ട്. യോഗർട്ട് എന്ന് പറഞ്ഞ സാധനം. യോഗർട്ട് അത് ഇപ്പോൾ വലിയ തോതിൽ പല ഫ്ലേവേഴ്സിലും നമുക്ക് യോഗർട്ട് ഇപ്പോൾ കേരളത്തിൽ നല്ല പ്രോഡക്റ്റാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ അത് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, അതിൻ്റെ സാങ്കേതികത്വം എനിക്കറിയില്ല. 1-2 ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത്, ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തുന്ന പിന്നെ ഡോക്ടേഴ്സ് പറയുന്നത് അവർ ഈ യോഗർട്ടും അതുപോലെ ഞങ്ങൾ സെറ്റ് കേർഡ് ഉണ്ട്, അത് രോഗികൾക്ക് കൊടുത്താൽ അത് വലിയ ഗുണം അവർക്ക് ചെയ്യുന്നതായിട്ട് പറയണം. അത് ആധികാരികമായിട്ട് ഞാനത് പറയാൻ ആളല്ല, അവരെന്നോട് പറഞ്ഞത് ഷെയർ ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കൊടുക്കാൻ പറ്റും. അത് മിൽമയുടെ എന്നല്ല പറയുന്നത്, പൊതുവായ പ്രോഡക്റ്റിനെ കുറിച്ചാണ് അവർ പറയുന്നത്. പക്ഷെ അവരെടുക്കുന്നത് കേരളത്തിലായതുകൊണ്ട് മിൽമയുടെയാണ് എടുക്കുന്നത്. അത് നല്ല രീതിയിൽ നമ്മൾക്ക് കൊടുക്കുന്ന പ്രോഡക്റ്റുകളുണ്ട്. ഐസ്ക്രീം തന്നെ ഒട്ടനവധി വേരിയൻ്റ് ഉണ്ട്. അപ്പോൾ എല്ലാ തരത്തിലുള്ള കസ്റ്റമേഴ്സിനെയും താല്പര്യപ്പെടുത്തുന്ന വിധത്തിലുള്ള പ്രോഡക്റ്റ്, വൈഡായിട്ടുള്ള പ്രോഡക്റ്റ് നമുക്കുണ്ട്. അത് നല്ല ഗുണനിലവാരത്തിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോമ്പറ്റീറ്റീവ് പ്രൈസിലും കൊടുക്കുന്ന വിധത്തിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കാരണം ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളത് മിൽമയുടെ അജണ്ടയിലേ ഇല്ല. തീർച്ചയായും ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുക്കുക, അല്ലാതെ കള്ളത്തരം ചെയ്തുകൊണ്ട് അമിത ലാഭം ഉണ്ടാക്കുക എന്നുള്ള അജണ്ടയില്ല. കസ്റ്റമേഴ്സാണ് മിൽമയെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന ബ്രാൻഡാക്കി മാറ്റിയത്. അത് മിൽമയുടെ ഒരു ക്വാളിറ്റി തന്നെയാണ്. കാരണം മിൽമയുടെ പ്രൊഡക്റ്റിന് വിശ്വസിച്ച് ജനങ്ങൾ വാങ്ങിക്കുകയാണ്. അപ്പോൾ ഇനി ശരിക്കും പറഞ്ഞാൽ മിൽമയുടെ നൂതനമായിട്ടുള്ള പ്രൊഡക്റ്റുകളെല്ലാം നമ്മൾ ഈ ചർച്ചയിൽ അവതരിപ്പിച്ചു. മണിയേട്ടന് അടുത്ത ഈ പ്രവർത്തന കാലയളവിലും എല്ലാവിധ ആശംസകളും നേഷൻ ന്യൂസിൽ വേണ്ടി നേരുന്നു. ഇനിയും മെച്ചപ്പെട്ട നൂതനമായിട്ടുള്ള അങ്ങയുടെ ആവിഷ്കാര പ്രവർത്തനങ്ങൾ മിൽമയെ ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മണിയേട്ടൻ്റെ കഴിഞ്ഞ വർഷങ്ങളിലുള്ള നൂതനമായിട്ടുള്ള പ്രൊഡക്ട്സുകൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ മുഖപുസ്തകം നോക്കിയാൽ തന്നെ വളരെ വ്യക്തമായിട്ട് അറിയും. ഓരോ പ്രൊഡക്റ്റും അദ്ദേഹം കൃത്യമായിട്ട് 1 by 1 ആയിട്ട് അദ്ദേഹത്തിൻ്റെ മുഖപുസ്തകത്തിലിട്ടിട്ടുണ്ട്. നേഷൻ ന്യൂസ് ലൈവിൽ ഇത്രയും നേരം സഹകരിച്ചതിനും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചതിനും വളരെയധികം നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു വെരി മച്ച്. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.